لله واتقى في كل ليلة من ليالي رمضان. റമദാനിൻ്റെ എല്ലാ രാത്രികളിലും അല്ലാഹു ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങൾ നരകമോചനത്തിൻ്റെ ദിവസങ്ങളാണ്. എങ്ങനെയാണ് അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക? നരകമോചനം എന്നുള്ളത് പല കാരണങ്ങളുണ്ട്. 7ഓളം കാരണങ്ങളെ കൊണ്ടാണ് അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം നൽകുന്നത്. അതിൽപ്പെട്ട ഒരു കാരണമാണ് നോമ്പ്. മറ്റൊന്നാണ് റമദാനിലെ രാത്രി നമസ്കാരം, അതുപോലെ ഭക്ഷണം കൊടുക്കുക, ഖുർആൻ ഓതുക, പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു 7 കാരണങ്ങൾ നരകമോചനത്തിന് കാരണമാണ്. റമദാനിന്റെ പ്രത്യേകത എന്നുള്ളത് ഇതിൽ മിക്കവാറും ഒക്കെ കാര്യങ്ങൾ നമുക്ക് റമദാനിൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റമദാനിൽ നരകമോചനം അധികരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളെ ഒരുമിച്ച് അല്ലാഹു മോചിപ്പിക്കുന്ന മാസമാണ് റമദാൻ. ഏറ്റവും കൂടുതൽ ആളുകളെ ഒരുമിച്ച് മോചിപ്പിക്കുന്ന ദിവസം എന്നുള്ളത് അറഫ ദിവസമാണ്. ഈ നരകമോചനം എങ്ങനെയാണ് നടക്കുക? 2 രീതിയിലാണ് അല്ലാഹു നരകത്തിൽ നിന്നുള്ള മോചനം നമ്മളിൽ നടപ്പിലാക്കുന്നത്. ഒന്ന്, അല്ലാഹുവിന് അറിയാം നമ്മളിൽ ആരായിരിക്കും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോൾ നരകാവകാശികൾ ആരൊക്കെയാണെന്ന് പടച്ചവന് നേരത്തെ അറിയാം. സത്യത്തിൽ ഒരാൾ മരിക്കുന്ന സമയത്താണ് അയാളുടെ സ്വർഗവും നരകവും, സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന നിലയ്ക്ക് അവസാനം അയാൾ എത്തിച്ചേരുന്ന മരിക്കുന്ന സമയത്താണ്. പക്ഷെ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ അള്ളാഹുവിനെ അറിയാം. നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹുവിനെ അറിയാം നമ്മൾ നരകത്തിലെത്തുമോ സ്വർഗത്തിലെത്തുമോ എന്നുള്ള കാര്യം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ നരകത്തിന്റെ കർമ്മങ്ങളാണ് ചെയ്ത് നരകത്തിലെത്താൻ സാധ്യതയുണ്ട്, എന്നാൽ അടിസ്ഥാനപരമായ വിശ്വാസം അവനിലുണ്ടെങ്കിൽ അള്ളാഹു ഈ റമദാൻ മാസത്തിൽ തന്നെ അവനെ മാപ്പ് കൊടുക്കും. ഇപ്പൊ തന്നെ മാപ്പ് കൊടുത്തേക്കാണ്. അങ്ങനെയാണ് അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക. സത്യത്തിൽ ഒരു കിണറ്റിൽ അകപ്പെട്ടു പോയ ആളിന് കിണറ്റിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. നരകത്തിൽ പെട്ട ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുള്ളൂ. പെടാത്ത ഒരാളെ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സ്വർഗത്തിലെത്തുമോ നരകത്തിലെത്തുമോ എന്ന് പടച്ചോന് ഇപ്പൊ തന്നെ അറിയാം. എത്തുന്ന ഒരാളാണെങ്കിൽ അവൻ ഈ നരകമോചനത്തിന് ആവശ്യമായ യോഗ്യത നേടിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അല്ലാഹു അവനുള്ള മാപ്പ് നിശ്ചയിക്കും. അതാണ് നരകമോചനത്തിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നരകത്തിൽ പോകാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടാവും. ഒരു ഹദീസിലുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹീം, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കില്ല. കുടുംബബന്ധം മുറിച്ചാൽ നരകത്തിൽ പോകും. ഒരാൾ നരകത്തിൽ പോകാൻ കുടുംബബന്ധം മുറിക്കലാണ് കാരണമെങ്കിൽ ആ കാരണത്തെ അല്ലാഹു തആല ഈ നോമ്പിൽ തന്നെ ഇല്ലാതാക്കും. അഥവാ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞ ആളുകൾക്ക് ബന്ധം ചേർക്കാനുള്ള അവസരം ഈ നോമ്പിൽ അല്ലാഹു തആല കൊടുക്കും. അങ്ങനെ അവൻ നരകത്തിൽ നിന്ന് മോചിതനാകും. അങ്ങനെ ഏത് കാരണം കൊണ്ടാണ് നമുക്ക് അല്ലാഹു നരകം നിശ്ചയിച്ചിരിക്കുന്നത് ആ കാരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം അല്ലാഹു ഈ നോമ്പിൽ തരും. ഇതാണ് രണ്ടാമത്തെ രീതിയിലുള്ള മോചനം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മോചനം നേടിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ കഴിയും. നാം നരകത്തിൽ നിന്ന് മോചിതരാകുന്ന കാര്യം നമുക്ക് അറിയാനുള്ള വഴികളുണ്ട്. 2 വഴിയാണ് അതിലുള്ളത്. ഒന്നാമത്തെ വഴി, ഒരാൾക്ക് നരകമോചനം കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ മാറ്റമുണ്ട്. റമദാന് മുമ്പ് റമദാന് ശേഷം ഒരുപോലെയാണ് ജീവിതമെങ്കിൽ മനസ്സിലാക്കാം ഈ റമദാൻ രക്ഷപ്പെട്ടിട്ടില്ല, ഈ റമദാനിൽ ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതാണ് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത്. റമദാന് ശേഷമുള്ള ജീവിതത്തിൽ മാറ്റം വരാത്ത ഒരാൾക്കും റമദാനിൽ മോചനം ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ വഴി എന്നുള്ളത് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് എളുപ്പമായി കിട്ടും എന്നുള്ളതാണ്. റമദാൻ മുമ്പ് ചെയ്യലുണ്ട്, പക്ഷെ റമദാൻ കഴിയുമ്പോൾ ആ സൽക്കർമ്മങ്ങൾ നമുക്ക് എളുപ്പമായി വരും. സുബഹിക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ റമദാൻ കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ടില്ല. അത് നമുക്കുള്ള എളുപ്പമായി തോന്നുന്നു, അതൊരു താല്പര്യമായി തോന്നുന്നു, സന്തോഷമായി തോന്നുമെങ്കിൽ അതിനർത്ഥം അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടെന്നാണ്. കാരണം ആ ഇബാദത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ജീവിതത്തിന്റെ ഭാഗമല്ലാതാകുമ്പോൾ ഭാരമായി തീരും. തല നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്, പക്ഷെ തലയുടെ ഭാരം ആർക്കും തോന്നാറില്ല. തലയുടെ മുകളിൽ ഒരു ചെറിയ കനം വെച്ച് കഴിഞ്ഞാൽ, ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ ഭാരമായി തോന്നും. കാരണം എന്താ? ശരീരത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ടാണ്. ഇബാദത്തുകൾ നന്മകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നന്മ ഒരിക്കലും ഭാരമായിട്ട് തോന്നില്ല. ശരി, ഇബാദത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലാതാകുമ്പോഴാണ് അത് ചെയ്യാൻ പ്രയാസം തോന്നില്ല. സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ സൽക്കർമ്മങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊടുക്കും. അപ്പൊ താല്പര്യത്തോടെ ചെയ്യും, വളരെ ആവേശത്തോടെ ചെയ്യും, ഭാരമായി തോന്നില്ല. മുനാഫിക്കുകൾക്കാണ് ഇബാദത്തുകൾ ഭാരമായി തോന്നുക. മുനാഫിക്കുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. മുനാഫിക്ക് നിസ്കരിക്കും, ഹജ്ജ് ചെയ്യും, നോമ്പുടിയും ഒക്കെ ചെയ്യും, പക്ഷെ ജീവിതത്തിൽ അവർക്ക് അവരുടെ ഇബാദത്തുകളെ ശരീരത്തോടെ അവരുടെ ജീവിതത്തോടെ ചേർത്ത് നിർത്താൻ കഴിയില്ല. അതാണ് മുനാഫിക്കും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം. മുഅ്മിനായ മനുഷ്യൻ താല്പര്യത്തോടെ ചെയ്യും,
അതുകൊണ്ട് രണ്ടാമത്തെ വഴി ഇതാണ്, ഇബാദത്തുകൾ ജീവിതത്തിന്റെ ഭാഗമായി തീരുകയും അത് എളുപ്പമായി തീരുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ടാലൊരു കാരണം റമദാൻ കഴിവ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റമദാനിൽ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു നമുക്കെല്ലാം നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക